ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവ്. DGP അന്വേഷിക്കും. അന്വേഷണ ഉത്തരവിട്ട് മുഖ്യമന്ത്രി. നടപടി ആരോപണമുയർന്ന 20 ദിവസത്തിന് ശേഷം. ലൈംഗിക പീഡന കേസിൽ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനായി അന്വേഷണം ഊർജിതം. കേരളത്തിനകത്തും പുറത്തും തെരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. സിദ്ദിഖിനെതിരെ സർക്കാരും അതിജീവിതയും തടസ്സ ഹർജി നൽകും. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുനൽകുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. ഉപദേശക സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ 3 മക്കൾക്കും നിർദ്ദേശം. പൊതുദർശന ചടങ്ങിലെ കയ്യാങ്കളിയിൽ CPIM നേതാക്കൾക്കെതിരെ പരാതി നൽകി മകൾ ആശ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. പഞ്ചായത്തിന്റെ 2 ശുചീകരണ തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജമ്മു കശ്മീരിൽ 2ാം ഘട്ട പോളിംഗ് മന്ദഗതിയിൽ. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം 10.22%. ഒമർ അബ്ദുള്ളയും താരിഖ് ഖാരയും രവീന്ദർ റെയ്നയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ശക്തം. ലബനനിൽ ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ പ്രത്യാക്രമണം തുടർന്ന് ഇസ്രയേൽ. ബെയ്റൂട്ടിലെ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് കൊബൈസി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. പ്രശ്നപരിഹാരത്തിൽ ലോകരാഷ്ട്രങ്ങൾ. UN രക്ഷാസമിതി ഇന്ന്.